നമസ്കാരം, ഞാൻ ജയന്താണ്. ഈ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകും എന്ന് കാണിച്ചു തന്ന വർഷമാണ് 2024. ഗോളം, ഒരു IT കമ്പനിയിൽ നടക്കുന്ന ഒരു കൊലപാതകം, അതും വെറും കൊലപാതകമല്ല, ഒരു മാസ് ആയിട്ടുള്ള ഒരു കൊലപാതകം, ഒരു തെളിവ് പോലും വെക്കാതെ ഒരു പക്ക പ്ലാനിങ് കൊലപാതകം. എനിക്ക് അതിന് ഒറ്റ തെറ്റേ പറയാനുള്ളൂ. ആ കഥയുടെ ഇന്റർവെല്ലിൽ വിടുന്നതിന് മുന്നേ അതിന്റെ ഒരു ചെറിയൊരു ത്രെഡ് ഇട്ടില്ലായിരുന്നെങ്കിൽ അവസാനം വരെ നമുക്ക് ആ ത്രെഡിലൂടെ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു സംഭവം. ഇനി ആ കൊലപാതകം എങ്ങനെയാ നടന്നത് എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സംഭവം അവസാനമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരുന്നെങ്കിൽ സാധനം വേറെ ലെവൽ. ഈ ഗോളം, രഞ്ജിത്ത് സജീവ്, മൈക്ക്, കൽബ് എന്നീ പറയുന്ന ചിത്രത്തിലൊക്കെ അഭിനയിച്ച ഈ നായകൻ വളരെ മനോഹരമായിട്ട് ഈ ഒരു ചിത്രത്തില് ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പുതുമുഖങ്ങളാണ്. പിന്നെ എടുത്തു പറയാനായിട്ട് നമ്മുടെ കാർത്തിക് ശങ്കർ, അലൻസിയർ, പിന്നെ നമ്മുടെ തമാശ എന്ന് പറയുന്ന മൂവിയിലെ ഒരു നടി, അത്ര പേരൊക്കെ ഉള്ളൂ നമുക്ക് എടുത്തു പറയാൻ പറ്റും. പക്ഷെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അവരെ ഇതുവരെയും നമ്മൾ ഒരു ഷോർട്ട് ഫിലിമിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മേക്കിംഗ്, ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളൊരു നല്ല ഒരു കുഴിമന്തിയെ കഴിയത്തില്ല, അതേപോലെ നമ്മളങ്ങ് ഇരുന്ന് നമ്മളങ്ങ് അത്രയ്ക്ക് ചില്ലായി നമ്മൾ ഇരുന്ന് പോകും. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കത്തില്ല, നമ്മുടെ ഈ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, എന്റെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കൊലപാതകം. അത് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഇതൊക്കെ പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്രയും ഒരു രീതിക്ക് ചെയ്യുന്ന ഒരു കൊലപാതകം, അത്രയും പക, അത് പക്ഷെ നമുക്ക് ആദ്യം തൊട്ട് ആ ഇന്റർവെൽ വരെ നമുക്ക് അവരിലൊന്നും ഒരു സംശയം പോവാത്ത രീതിക്കുള്ള ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അമേസിങ്. മലയാള സിനിമയ്ക്ക് 2024 എന്ന് പറയുന്ന ഒരു വർഷം എന്തുകൊണ്ടും മലയാള സിനിമയുടെ ഗതി മാറ്റിയ ഒരു വർഷമായിട്ട് എനിക്ക് പറയാൻ പറ്റൂ. മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മലയാള സിനിമ വളരും എന്നുള്ളതിന് തെളിവാണ് ഇതേപോലെയുള്ള ഗോളം, പ്രേമല്ലു, നീ പറയുന്ന ഒരുപാട് മൂവീസ്. എന്തായാലും ഗോളം എന്ന് പറയുന്ന ഒരു ചിത്രം വണ്ടർഫുൾ മൂവിയാണ്, പറയാതിരിക്കാൻ വയ്യ. കാര്യം നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ OTT വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു വൻ നഷ്ടമാവും. കാര്യം ഇത് കാണുമ്പോൾ എന്തായാലും ഈ ഒരു പടം എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഉള്ള ഇതേപോലെ കുറെ തമിഴ് മൂവീസ് റിലീസ് നടത്തുന്നുണ്ട്. ഗജനി, ഇന്ത്യൻ, ഗില്ലി, പോക്കിരിയൊക്കെ ഇനി വരാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതേപോലെ എന്തായാലും ഇനി ഗോളം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിന് ചാൻസ് ഇല്ല. പിന്നെ ഇതിന്റെ അവസാനം ഇതൊരു സെക്കൻഡ് പാർട്ടിനേക്ക് ഉള്ള ഒരു ഇതിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ട് വരും. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിരിക്കണം. കാര്യം സെക്കൻഡ് പാർട്ട് കാണാൻ പോണവർക്ക് എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടേ പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എന്തായാലും മാക്സിമം ആൾക്കാർ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പാട്ടോ കാര്യങ്ങൾക്കോ ഒന്നും ഇതിലൊരു പ്രാധാന്യമില്ല. ഈ ഒരു സിനിമയുടെ ആ ഒരു പോക്ക്, നമ്മള് ഒരു കാര്യം, ഈ ഒരു സിനിമ കണ്ടാൽ ഈ IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒന്നൊരു ചെറിയൊരു ഭയം വരും. ദൈവമേ, നമ്മുടെ എവിടെ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്ന കാര്യം. ഇപ്പൊ ഒരുപാട് IT കമ്പനീസ് ഉണ്ടല്ലോ, നമ്മുടെ കഴക്കൂട്ടത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒരുപാട് IT കമ്പനീസ് അതേപോലെ ഡെയിലി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും അവർക്കൊക്കെ ഒരു പേടി സ്വപ്നം ഈ IT കമ്പനിയൊക്കെ നടത്തുന്ന പല കൊണാണ്ടർമാർക്കും അടിച്ചണ്ണാക്കി കൊടുത്ത ഒരു മൂവിയാണ് ഈ ഗോളം എന്ന് പറയുന്ന മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റും. വളരെ നല്ലൊരു ചിത്രമാണ്, എല്ലാവരും പോയി കണ്ടിരിക്കണം.